പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് ഇപ്പോൾ വേറൊരു വഴിയിലാണ് പോകുന്നത് അല്ലേ? നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത പോലൊരു വഴി. അതായത് ഇനി ഇതുപോലൊരു കേസ് വന്നാൽ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല ഈ പറയുന്ന ശരിയാണോ എന്ന രീതിയിൽ ഒരു സംശയം ഉണ്ടാകും. ഇനി ഇങ്ങനൊരു കേസ് വന്നാൽ അതുപോലാണ് ഇപ്പോൾ ഈ ഒരു കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു കേസിൻ്റെ സമയത്ത് ഈ ഒരു പെൺകുട്ടിയുമായിട്ട് മീഡിയക്കാരൊക്കെ സംസാരിക്കുമ്പോൾ പല മീഡിയസിലും രാഹുൽ രാഹുൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വന്തം ഹസ്ബൻഡിനെ പറഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ ഈ വീഡിയോയിൽ രാഹുലേട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് സ്നേഹം അങ്ങ് വഴിഞ്ഞൊഴുകുവാണ്. ഇപ്പോൾ ശത്രുപക്ഷത്ത് നിൽക്കുന്നത് ഇപ്പോൾ സ്വന്തം അമ്മയും അച്ഛനുമാണ്. ഇപ്പോൾ രാഹുലേട്ടൻ ഭയങ്കര സ്നേഹമുള്ളൊരു വ്യക്തിയായി മാറുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു പെൺകുട്ടി പറയുന്നത് സ്വന്തം അച്ഛൻ അതായത് മരിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിൻ്റെ പേരിലാണ് രാഹുൽ എന്ന് പറയുന്ന സ്വന്തം ഹസ്ബൻഡിനെതിരെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതെന്നാണ് പറയുന്നത്. പക്ഷേ രാഹുൽ എന്നെ അടിച്ചു, രാഹുലേട്ടൻ കേട്ടോ, രാഹുലേട്ടൻ എന്നെ അടിച്ചു, 2 പ്രാവശ്യം അടിച്ചു. പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷേ എൻ്റെ അച്ഛൻ ഇപ്പോൾ എന്നെ അടിച്ചത് എന്തിനാണ് ചോദ്യം ചെയ്ത് കേസ് കൊടുത്തതാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു പെൺകുട്ടിക്ക് പ്രശ്നമായി മാറിയിരിക്കുന്നത്. അതായത് അന്ന് ആ ഒരു കേസ് വരുമ്പോൾ ആ ദേഹത്തുണ്ടായിരുന്ന പല പാടുകളും കാണിക്കുന്നുണ്ട്, കഴുത്തിലും കയ്യിലും വായ്ക്കകത്തും ഒക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം അടിച്ച പാടുകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് മദ്യപിച്ചിട്ട് മാത്രമല്ല വേറെ എന്തൊക്കെയോ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു, കണ്ണൊക്കെ ചുമന്നിരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ പറയുന്നത് എന്നെ 2 പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചതേ ഉള്ളൂ. പിന്നെ എന്നെ അടിച്ചതിന് വിഷമത്തിൽ ഞാൻ ബാത്റൂമിൽ കയറിയപ്പോൾ ഒന്ന് വീണു തല മുഴച്ചു. അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എൻ്റെ രാഹുലിൻ്റെ സമ്മതിച്ചു എന്നെ അടിച്ചതായിട്ട്. പക്ഷേ തലയിടിച്ച് വീണത് ഞാൻ ബാത്റൂമിൽ വീണതാണ് കേട്ടോ എന്നാണ് ഇപ്പോൾ യുവതി പറയുന്നത്. എന്തായാലും നമ്മുടെ ഈ പറഞ്ഞ പെൺകുട്ടിയുടെ രാഹുലേട്ടൻ എന്തായാലും 2 അടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 അടി കൊടുത്തെന്നാണ് പറയുന്നത്. എന്തായാലും കല്യാണം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ 2 അടി എങ്ങനെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ പെൺകുട്ടി ഇപ്പോൾ കലിപ്പിൻ്റെ കാന്താരി മൂഡിലായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. ചേട്ടായി 2 അടിച്ചു, ആ ഒരു അടി ഞാൻ കൊണ്ടു, അതിന് എനിക്കിപ്പോൾ വിഷമമൊന്നുമില്ല, എൻ്റെ അച്ഛനും അമ്മയ്ക്കാണ് വിഷമം ഉണ്ടായത്, അവരിപ്പോൾ എന്തിനാണ് കേസ് കൊടുത്തത് എന്നാണ് പെൺകുട്ടി ചോദിക്കുന്നത്. എനിക്ക് പ്രശ്നമില്ല, അച്ഛനും അമ്മയും എന്തിന് കേസ് കൊടുത്തു എന്ന ലെവലിലാണ് ഇപ്പോൾ പെൺകുട്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരച്ഛൻ നമ്മുടെ വിസ്മയ കേസ് നമുക്കറിയാം. ആ ഒരു കേസിൽ അച്ഛൻ ആ ഒരു കേസ് ആദ്യമേ പോട്ടെ മോളെ എന്നൊക്കെ പറഞ്ഞ് ഒതുക്കാൻ ശ്രമിച്ചു. അതിൻ്റെ പേരിലാണ് ആ പെൺകുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. അപ്പം അതിനെ ചൊല്ലി ഒരുപാട് പേര് ആ ഒരു അച്ഛനെ കുറ്റം പറഞ്ഞു. ആ ഒരു അവസ്ഥ തൻ്റെ മോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അച്ഛനും അമ്മയും ഈ ഒരു രാഹുലിനെതിരെ കേസ് കൊടുത്തത്. പക്ഷെ ഇപ്പോൾ മോള് പറയുന്നത് അച്ഛൻ ഭീഷണിപ്പെടുത്തിയാണ് ഈ ഒരു കേസ് കൊടുത്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ കഥകളെല്ലാം കള്ളമായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്രയും കഥകൾ ഈ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു കൊടുത്തു. അതായത് ഈ ഭർത്താവിൻ്റെ അമ്മയും ഭർത്താവും കൂടെ മാറിയിരുന്ന് സംസാരിച്ചു. പിന്നീട് അത് ശ്രീധരത്തിൻ്റെ പേരിൽ വഴക്കുണ്ടായി. പിന്നെ അവർ പുറത്തു പോയി മദ്യം കഴിച്ചു, മറ്റുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു, ഹസ്ബൻഡ് വന്ന് അടിച്ചു എന്നൊക്കെ പറയുന്നതെല്ലാം ഈ സ്വന്തം അച്ഛൻ പറഞ്ഞു കൊടുത്തെന്നാണ് പറയുന്നത്. എന്തായാലും കുറ്റബോധം കൊണ്ട് വിങ്ങുന്ന കാന്താരി ഇപ്പോൾ നമ്മുടെ കലിപ്പിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് 2-3 ദിവസമായി മാറി നിൽക്കുകയാണ്. ഇപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അച്ഛനാണ് ഇതിനെല്ലാം കാരണക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ. എന്തായാലും നോക്കാൻ വേണ്ടി തുടരെ അടുത്തടുത്ത വീഡിയോസ് വരുമായിരിക്കും. എന്തായാലും ഇതുപോലുള്ള ഗാർഹിക പീഡനങ്ങൾ അനുഭവിച്ചവരും അല്ലെങ്കിൽ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഇതൊരു വലിയ തിരിച്ചടിയായി മാറും. കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെയുള്ള പെൺകുട്ടികൾ ഇതുപോലുള്ള കള്ളങ്ങൾ തുടരെ മാറി തിരിഞ്ഞും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗാർഹിക പീഡനം അനുഭവിക്കുന്ന മറ്റ് സ്ത്രീകൾ പറയുന്നത് പോലും ആരും വിശ്വസിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തും.